Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics boundary layer separation and methods to prevent boundary layer separation. ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ബൗണ്ടറി ലെയർ ഗ്രോത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു സ്റ്റേഷനറി പ്ലേറ്റ് ഉണ്ട്, അതിന് മുകളിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫ്ലൂയിഡിന് റിയൽ ഫ്ലൂയിഡിനൊക്കെ വിസ്കോസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, ബൗണ്ടറി ലെയർ നിയർ ദി സോളിഡ് ബൗണ്ടറി എന്ത് ചെയ്യും, ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് എന്നുള്ള കേസായിരുന്നു. ആ ഒരു കേസിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കർവ്ഡ് സർഫസിൻ്റെ ഒക്കെ കേസിൽ അവിടെ നമുക്ക് പ്രഷർ ഗ്രേഡിയൻറ്റ് 0 അല്ല, അതിൻ്റെ എഫക്റ്റ് ബൗണ്ടറി ലെയർ ഗ്രോത്തിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് പാസ്റ്റ് എ സോളിഡ് സർഫസ്. ലെറ്റ് പി represent the static pressure at any point and x denote distance measured along the flow direction. Then dp by dx is called pressure gradient. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഞാൻ ഒരു ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ യു ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ലീഡിങ് എഡ്ജ്, പ്ലേറ്റിൻ്റെ ലീഡിങ് എഡ്ജാണ്. ഇതാണ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ. ഇതാണ് എക്സ് ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു പോയിന്റിലെ സ്റ്റാറ്റിക് പ്രഷർ പി ആണ്. ദെൻ ഡി പി ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ പറയുന്നതാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. അതായത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് പ്രഷറിനിലെ വേരിയേഷൻ. ഓക്കെ, ഈ ഡയറക്ഷനിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് പ്രഷറിന് എന്ത് വേരിയേഷനാണ് സംഭവിക്കുന്നത്. ഡി പി ബൈ ഡി എക്സ് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്ന സമയത്ത് പ്രഷർ വേരി ചെയ്യുന്നേ ഇല്ല. ആ കേസിൽ എന്തായിരിക്കും, ഡി പി ബൈ ഡി എക്സ് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഡി പി ബൈ ഡി എക്സ് നമുക്ക് അങ്ങനെ പറയാം, ഇവിടെ P2, ഇവിടെ 2, ഇവിടെ 1 എടുക്കുന്നത് P2 മൈനസ് P1 ഡിവൈഡ് ബൈ X2 മൈനസ് X1. അതുതന്നെയാണ് ആക്ച്വലി ഡി പി ബൈ ഡി എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രഷറിന് വേരിയേഷൻ ഇല്ലെങ്കിലോ ഡി പി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. For the flow of fluid over a smooth thin plate which is flat and placed parallel to the direction of free stream of fluid, dp by dx is 0. If the pressure gradient is 0, the boundary layer thickness increases continuously with the increase in distance from the leading edge of plate along the flow. ഈ ഒരു ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിപ്പം കാണിച്ചിരിക്കുന്നത് ബൗണ്ടറി ലെയർ റീജിയൻ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് മെഷേർഡ് ഇതിന് പെർപെൻഡിക്കുലറായിട്ട്, പ്ലേറ്റ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് മെഷർ ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്, ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. നോർമലി നമ്മളെ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് വിൽ ബി വെരി വെരി ലെസ് വെൻ കമ്പയർഡ് ടു ലെങ്ത് ഓഫ് ദി പ്ലേറ്റ്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ ഡി പി ബൈ ഡി എക്സ് 0 ആണ്. 0 ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ, നമുക്ക് പ്രഷർ വേരിയേഷൻ വരുന്നത് ഇപ്പം ഫ്രീ സ്ട്രീം ഈ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ പ്രഷർ എലോങ് ദി എക്സ് ഡയറക്ഷൻ അത് 0 ആവുന്ന സമയത്ത് നോർമലി ഇവിടെ പ്രഷർ ഗ്രേഡിയൻറ്റ് 0 ആണെങ്കിൽ നോർമലി ബൗണ്ടറി ലെയർ റീജിയനിൽ എന്താണ് പ്രഷർ ഗ്രേഡിയൻറ്റ് 0 ആയിരിക്കും. ജസ്റ്റ് ഇവിടെ എന്തുകൊണ്ടാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് നമുക്ക് 0 ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്, ഇത് ഒരു സ്റ്റേഷനറി പ്ലേറ്റ് ആണ്. ഇതിന് എക്രോസ് ആയിട്ട് എന്താണ് ഫ്ലോ ഇല്ല. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ എക്രോസ് ആയിട്ട് ഫ്ലോ ഇല്ല. ഇനി ഞാൻ ഒരു സഫിഷ്യൻ്റ് ഡിസ്റ്റൻസിൽ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സഫിഷ്യൻ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം റീജിയൻ ആണ് ഈ ഒരു പ്ലേറ്റിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്യാത്തൊരു റീജിയൻ. ഓക്കെ, അവിടെ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, എക്രോസ് ദ സ്ട്രീം ലൈൻ ഒരിക്കലും ഫ്ലോ ഇല്ല. ഈ ഒരു ലൈനാണ് സ്ട്രീം ലൈൻ എന്ന് വെച്ചോ. ബൈ ദ ഡെഫിനേഷൻ ഓഫ് സ്ട്രീം ലൈൻ, എക്രോസ് ദി സ്ട്രീം ലൈൻ ദർ ഈസ് നോ ഫ്ലോ. അതിൻ്റെ മീനിങ് എന്താണ്, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്, ഈ ഒരു റീജിയനിൽ ഏരിയ ഓഫ് ഫ്ലോ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആ സമയത്ത് ഫ്ലോ വെലോസിറ്റിക്ക് എന്തുണ്ടാവില്ല, വേരിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫ്ലോ വെലോസിറ്റിക്കും ചേഞ്ച് ഇല്ല. അതുകൊണ്ട് എന്താണ്, പ്രഷറിനും വേരിയേഷൻ സംഭവിക്കുന്നില്ല. ഡി പി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഈ ഒരു കേസിൽ ബൗണ്ടറി ലെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ലീഡിങ് എഡ്ജിൽ നിന്ന് ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അലോങ് ദി ഫ്ലോ ഡയറക്ഷൻ. ഇത് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസാണ്. ഫ്ലാറ്റ് പ്ലേറ്റ് അങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ സ്ട്രീമിന് പാരലായിട്ട്, ഇൻകമിങ് സ്ട്രീമിന് പാരലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കേസാണ് പറഞ്ഞത്. ഇനി കർവ്ഡ് സർഫസ് അതെന്താണ്, അതിൽ കേസ് ഡിഫറൻ്റ് ആണ്. അവിടെ പ്രഷർ ഗ്രേഡിയൻറ്റ് വരുന്നുണ്ട്.
But for the flow over a curved surface, pressure gradient is not zero, and hence its effect on boundary layer growth is to be considered. ഇവിടെ പ്രഷർ ഗ്രേഡിയൻറ്റിൻ്റെ എഫക്റ്റ് ബൗണ്ടറി ലെയർ ഗ്രോത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അത് കൺസിഡർ ചെയ്യണം. ഇവിടെ നമുക്ക് dp/dx 0 അല്ല, അതിന് എഫക്റ്റ് ഉണ്ട് ബൗണ്ടറി ലെയർ ഗ്രോത്തിൽ. അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ആ പ്രഷറിന് എങ്ങനെയാണ് വേരിയേഷൻ വരുന്നതെന്ന് ആദ്യം നോക്കാം. ഒരു കർവ്ഡ് സർഫസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ABCSD എന്നുള്ള ഒരു കർവ്ഡ് സർഫസ്. ഇതിലിപ്പം ബൗണ്ടറി ലെയർ റീജിയൺ ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് സർഫസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. കർവ്ഡ് സർഫസിനും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മീൻസ് എന്താ, അവിടെ ഈ ഒരു റീജിയണിൽ ഈ ഒരു കർവ്ഡ് സർഫസിൻ്റെ എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യാത്ത റീജിയൻ, അവിടെ സ്ട്രീം ലൈൻ എന്താണ്, ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ കർവ്ഡ് സർഫസിന് എന്താണ്, എക്രോസ് ആയിട്ട് ഫ്ലോ ഇല്ല. അതേപോലെ ബൈ ഡെഫിനേഷൻ ഓഫ് സ്ട്രീം ലൈൻ എന്തുണ്ട്, എക്രോസ് സ്ട്രീം ലൈൻ ഫ്ലോ ഇല്ല. ഓക്കെ, മീൻസ് എന്താ, ഈ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏരിയക്ക് എന്ത് വേരിയേഷനാണ് സംഭവിക്കുന്നത്, ഫ്ലോ ഏരിയക്ക് എന്താ വേരിയേഷൻ സംഭവിക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടത്തോട്ട് വരുന്ന സമയത്ത് ഫ്ലോ ഏരിയ ഡിക്രീസ് ചെയ്തു. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ഏരിയ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കിയാലും മനസ്സിലാവുന്നുണ്ട് ഏരിയക്ക് എന്താണ് സംഭവിക്കുന്നത്. ആ സമയത്ത് പ്രഷറിന് എന്ത് സംഭവിക്കും, ഇവിടെ ലെഫ്റ്റിൽ നിന്ന് ഈ ABC എന്ന് പറഞ്ഞ റീജിയൻ നോക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരെ വരുന്ന സമയത്ത് ഫ്ലോ ഏരിയ ഡിക്രീസ് ചെയ്തു. ഏരിയ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, പ്രഷർ ഡിക്രീസ് ചെയ്യണം. ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ സീലോട്ട് വരുന്ന സമയത്ത് ഇതാണ് പ്രഷറിൻ്റെ വേരിയേഷൻ കാണിക്കുന്നത്. പ്രഷർ എന്ത് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഇവിടെ ലോ പ്രഷറാണ്, ഇവിടെ ഹൈ പ്രഷറാണ്. മീൻസ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്തായിരിക്കും, നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയൻ്റ് ആയിരിക്കും. മീൻസ് ലോ വാല്യൂ മൈനസ് ഹൈ വാല്യൂ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. എക്സ് ഇൻക്രീസ് ആണ്, dx പോസിറ്റീവാണ്, dp നെഗറ്റീവാണ്, പ്രഷർ ഗ്രേഡിയൻറ്റ് നെഗറ്റീവ് വരും. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്, കണ്ടിന്യൂറ്റി ആൻഡ് എനർജി കൺസർവേഷൻ. ഓക്കെ, വെലോസിറ്റി കൂടുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും. പിന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരമാണ് ഏരിയ കുറയുന്ന സമയത്ത് വെലോസിറ്റി കൂടുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് CSD റീജിയൻ നോക്കുക. ഇവിടെ എന്താണ്, ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ആര് കൂടും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. മീൻസ് പിന്നെ പ്രഷറിന് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഡാറ്റ മാറ്റി എടുക്കുന്ന സമയത്ത് പ്രഷറിന് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു റീജിയൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ ഗ്രേഡിയൻ്റ് എന്താണ്, പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ലോ പ്രഷർ. ഹൈ മൈനസ് ലോ എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂ. അതേപോലെ dx എന്താണ്, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, x2 - x1 എന്നുള്ള രീതിയിലെടുത്താൽ dx പോസിറ്റീവ്, dp/dx പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എഫക്റ്റ്, ആ ബൗണ്ടറി ലെയർ ഗ്രോത്തിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ ദ ഫ്ലോ ഓവർ എ കർവ്ഡ് സർഫസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇൻ ദ റീജിയൻ ABC ഓഫ് കർവ്ഡ് സർഫസ് ദ ഫ്ലോ ഏരിയ ഡിക്രീസസ് ആൻഡ് ദെർഫോർ വെലോസിറ്റി ഇൻക്രീസസ്. ദിസ് മീൻസ് ദാറ്റ് ഫ്ലോ ഈസ് ആക്സിലറേറ്റഡ്. ഓക്കെ, ഈ ABC റീജിയനിൽ ഇപ്പം പറഞ്ഞ കണക്കിന് ഒരു സ്ട്രീം ലൈൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്താണ്, ഫ്ലോ ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വെലോസിറ്റി ദ പ്രഷർ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഈ ഒരു റീജിയനിലാണ് പറയുന്നത്. ഓക്കെ, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് ഓൾറെഡി ഇപ്പം ഡിസ്കസ് സെയിം കാര്യമാണ്. ദെർഫോർ ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് നെഗറ്റീവ് ഇൻ ദ റീജിയൺ ഓഫ് ABC. ഈ ABC ഈ ഒരു റീജിയനിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് നെഗറ്റീവാണ്. In this case, the pressure force act in direction of flow against frictional resistance that gives fluid an additional push in the direction of flow. Negative pressure gradient is called favorable pressure gradient. The boundary layer moves forward in the region ABC. അതായത് നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയൻറ്റ്, ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ലോ പ്രഷർ. മീൻസ് ഈ ഒരു ഡയറക്ഷനിലാണ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാകുന്നത്. ആ ഫ്ലോ നടക്കുന്ന ഡയറക്ഷനിലാണ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഹൈ പ്രഷർ, ഇവിടെ ലോ പ്രഷർ. ഓക്കെ, ഫ്ലോ നടക്കുന്ന അതേ ഡയറക്ഷനിലാണ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫേവറബിൾ ആണ്, ഫ്ലോക്ക് ഫേവറബിൾ ആണ്, ഫേവറബിൾ പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്.
കാരണം ഇതെന്തെന്നുണ്ട്, ഈ സോളിഡ് സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റായിട്ട് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രഷറിൻ്റെ എഫക്റ്റ് ഇവിടെ എന്താണ്, ഫേവറബിളാണ്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ ഒരു പുഷ് കൊടുക്കുകയാണ് ആ പ്രഷർ ഗ്രേഡിയൻറ്റ് ചെയ്യുന്നത്. മീൻസ് നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയൻറ്റ് നമുക്ക് ഫേവറബിളാണ്. ബൗണ്ടറി ലെയർ എന്ത് ചെയ്യും, ഗ്രോ ചെയ്ത് പോവും. ഓക്കെ, ഈ ഒരു റീജിയൺ ABC എന്ന് പറഞ്ഞ റീജിയനിലാണത് പറയുന്നത്. ഇനി CSD, ഈ ഒരു റീജിയൻ നോക്കുക. ഇൻ ദ റീജിയൻ CSD ഓഫ് കർവ്ഡ് സർഫസ് പ്രഷർ ഈസ് മിനിമം അറ്റ് പോയിൻറ്റ് C. ഓക്കെ, ഇവിടെയാണ് മിനിമം പ്രഷർ. മാക്സിമം വെലോസിറ്റി വരുന്ന പോയിൻ്റ് ഇവിടെ ആയിരുന്നു കണ്ടത്, അവിടെ പ്രഷർ മിനിമം ആയിരുന്നു. എലോങ് ദ പാത്ത് CSD ഓഫ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസസ്. ഇവിടെ ഏരിയ ഓഫ് ഫ്ലോ ഇൻക്രീസസ് ആണ്. ആൻഡ് ഹെൻസ് വെലോസിറ്റി ഡിക്രീസസ് ആൻഡ് പ്രഷർ ഇൻക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് വെലോസിറ്റി ഡിക്രീസ് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കണക്കാണ്. ദർഫോർ പ്രഷർ ഗ്രേഡിയൻറ്റ് dP/dx ഈസ് പോസിറ്റീവ് ഇൻ ദ റീജിയൻ CSD. ഈ CSD എന്ന് പറഞ്ഞ റീജിയനിൽ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഹിയർ ദ പ്രഷർ ഫോഴ്സ് ആക്ട് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ദ പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് കോൾഡ് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റ്. മീൻസ് ഇവിടെ ലോ പ്രഷർ, ഇവിടെ ഹൈ പ്രഷറാണ്. ഓക്കെ, ഇവിടെ ലോ പ്രഷറും ഈ ഒരു റീജിയനിൽ ഹൈ പ്രഷറാണ്. മീൻസ് പ്രഷർ ഫോഴ്സ് ആക്ച്വലി ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്, എഗെയിൻസ്റ്റ് ഫ്ലോ. ഫ്ലോ ഈ ഒരു ഡയറക്ഷനിലാണ് നടക്കുന്നത്, അതിന് എഗെയിൻസ്റ്റ് ഡയറക്ഷനിലാണ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. മീൻസ് എന്താണ്, നമുക്ക് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്, ഫേവറബിൾ അല്ല. ഓക്കെ, എലോങ് ദ ഫ്ലോ ഡയറക്ഷൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ലോ പ്രഷർ ടു ഹൈ പ്രഷർ ആണ് ഫ്ലോ നടക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോ പ്രഷർ ടു ഹൈ പ്രഷർ ആണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ശരിക്കും ആക്ച്വലി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈ എനർജി ടു ലോ എനർജി ലെവലാണ്. ഓക്കെ, എങ്ങനെയാണ് പിന്നെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെന്നില്ല ഡൗട്ട് അവിടെ വരാൻ വേണ്ടി പാടില്ല. ഫ്ലൂയിഡ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഹൈ എനർജി, ഞാൻ പ്രഷറിലാണ് പറയുന്നത്, ഹൈ എനർജി. ഇവിടെ എന്താണ്, എനർജി ഇവിടെയാണ് കൂടുതൽ. ഹൈ എനർജി ടു ലോ, ഇവിടെ എനർജി കുറവാണ്. ഹൈ എനർജി റീജിയൻ ടു ലോ എനർജി റീജിയനാണ് ഫ്ലൂയിഡ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. പ്രഷർ ഇവിടെ കുറവും ഇവിടെ കൂടുതലാണ്. പക്ഷേ എന്തുണ്ട്, എനർജി ഇവിടെയായിരിക്കും കൂടുതൽ. പ്രഷർ എനർജി മാത്രമല്ല, കൈനറ്റിക് എനർജി ഉണ്ട് ഫ്ലൂയിഡിൻ്റെ. ഓക്കെ, ഇവിടെ എനർജി കൂടുതലാണ്, ഇവിടെ എനർജി കുറവാണ്. പക്ഷേ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ കുറവും ഇവിടെ കൂടുതലുമാണ്. ഇവിടെ ലോ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ. എന്താണ്, അഡ്വേഴ്സ് കേസാണ്. ഓക്കെ, ആ ഫ്ലൂയിഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഫേവറബിൾ കണ്ടീഷനല്ല, അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റ്. പോസിറ്റീവ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. This positive pressure gradient is unfavorable because some kinetic energy of fluid particle is utilized to increase the pressure. Also, some part of kinetic energy is used to overcome the surface friction of the solid body. Okay, ഇവിടെ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ ലോ പ്രഷറും ഇവിടെ ഹൈ പ്രഷറുമാണ്. മീൻസ് ഫ്ലൂയിഡ് ഈ ഒരു റീജിയനിൽ നിന്ന് ഇവിടത്തോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, അത് ഫ്ലൂയിഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ഹൈ പ്രഷറിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. അങ്ങനെയാണ് ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഇൻ എക്സ്പെൻസ് ഓഫ് കൈനറ്റിക് എനർജിയാണ്. ഒരു എനർജി മാത്രമേ അടുത്ത എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടുന്ന് ഇവിടത്തോട്ട് പോകുന്ന സമയത്ത് ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ഇൻ എക്സ്പെൻസ് ഓഫ് കൈനറ്റിക് എനർജി, അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ, നോർമലി ഫ്ലൂയിഡിൻ്റെ മൊമെൻറ്റം ഡിക്രീസ് ചെയ്യും. ഒന്ന് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റ് വന്നു, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഇതിൻ്റെ സർഫസ് റെസിസ്റ്റൻസും ഉണ്ട്, അതിൻ്റെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൈനറ്റിക് എനർജി യൂസ് ചെയ്യുന്നത്. രണ്ടും അഡ്വേഴ്സാണ് ഇവിടെ വരുന്നത്. ഈ ലെഫ്റ്റ് റീജിയനിൽ എന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മാത്രമേ ഓപ്പോസ് ചെയ്യുന്നുണ്ടായിട്ടു. ആര് ഫേവറബിൾ ആയിരുന്നു, പ്രഷറിൻ്റെ കണ്ടീഷൻ ഫേവറബിൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു റീജിയനിലോട്ട് വരുന്ന സമയത്ത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും ഓപ്പോസ് ചെയ്യുന്നുണ്ട്, പിന്നെ അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റുമാണ്. ഇതിനെ രണ്ടിനും ഓവർകം ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്ത് ചെയ്തു, ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും, അതേപോലെ മൊമെൻറ്റം ഡിക്രീസ് ചെയ്യും. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നോർമലി മൊമെൻറ്റം ഡിക്രീസ് ഉണ്ടാവും. Thus, the combined effect of adverse pressure gradient and surface frictional resistance reduces momentum of the fluid. A stage comes when momentum of the fluid is unable to overcome the surface resistance and boundary layer starts separating from the solid boundary at a point S. After the point S, the flow direction in the boundary layer is reversed and the velocity gradient become negative. അതായത് ഈ ഒരു അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻ്റ് റീജിയനിൽ വെച്ചാൽ
ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജി റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് റിട്ടാർഡ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തും. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂയിഡിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. ഓക്കെ, ആ ഒരു പോയിന്റിൽ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു പോയിന്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, പിന്നെ ആ ബൗണ്ടറി ലെയറിൻ്റെ ഒരു മോണോട്ടോണസ് ഗ്രോത്ത് പിന്നെ ഉണ്ടാവില്ല. അവിടെ എന്ത് ചെയ്തു, ബൗണ്ടറി ലെയർ സെപ്പറേഷൻ സംഭവിച്ചു. സെപ്പറേഷൻ മീൻസ് ദർ ഈസ് നോ മോണോട്ടോണസ് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ. അതായത് ഇവിടെ സെപ്പറേഷൻ സംഭവിക്കുന്ന പോയിന്റ് എസ് ആണെന്ന് വെച്ചോ. പിന്നെന്താണ് സംഭവിക്കുന്നത്, പിന്നെ ആ നിയർ ദി സോളിഡ് ബൗണ്ടറി ബാക്ക് ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ആക്ച്വലി ഫ്ലൂയിഡ് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ സംഭവിച്ച മീൻസ് ആ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ മൊമെൻറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സർഫസ് റെസിസ്റ്റൻസിന് ആ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റ് പ്ലസ് സർഫസ് റെസിസ്റ്റൻസിന് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലെത്തുന്ന സമയത്ത് ആ ഒരു സെപ്പറേഷൻ സംഭവിക്കും. പിന്നെ ആ നിയർ ദ ബൗണ്ടറി എന്ന് വെച്ചാൽ ബാക്ക് ഫ്ലോ ആയിരിക്കും. ബാക്ക് ഫ്ലോ എന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് ആ വെലോസിറ്റി പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയുള്ള വെലോസിറ്റി പ്രൊഫൈൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആണ് വെലോസിറ്റി പ്രൊഫൈൽ. ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ മാഗ്നിറ്റ്യൂഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പരാബോളിക് നേച്ചർ ഉണ്ട് ഇവിടെ. ഓക്കെ, ലാമിനാർ ആണെങ്കിൽ പരാബോളിക് നേച്ചർ ആയിരിക്കും. പിന്നെ ഇവിടെ എന്താണ്, സിയിലെ വെലോസിറ്റി പ്രൊഫൈലും കാണിച്ചിട്ടുണ്ട്. ഇവിടെ എസ്സിലെത്തുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു നേച്ചറല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ്, ഒരു കുറച്ച് മുകളിലോട്ട് പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ നേച്ചർ പോകുന്നത്. വെലോസിറ്റി പ്രൊഫൈൽ മീൻസ് എന്താ, ഇവിടെ du/dy എന്ന് പറയുന്നത് ഇവിടെ 0 ആയി. മീൻസ് y ഇൻക്രീസ് ചെയ്തു, അതിന് പ്രൊപ്പോർഷണലായിട്ട് വെലോസിറ്റി ഇൻക്രീസ് ഇല്ല. du/dy = 0 എന്ന് പറഞ്ഞാൽ du = 0 എന്നിട്ട് y = 0. ഓക്കെ, ഇവിടെ 0 വെലോസിറ്റി പോയിൻ്റായി. പിന്നെ അതിന് ശേഷമുള്ള വെലോസിറ്റി പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ബാക്ക് ഫ്ലോ ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ അങ്ങോട്ട് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ് പിന്നെ വെലോസിറ്റി വരുന്നത്. പിന്നെ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ 0 ആവും. പിന്നെ ആദ്യം ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഈ രീതിയിലെ വെലോസിറ്റി പ്രൊഫൈലിനെ കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റ് സെപ്പറേഷൻ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ വരക്കുന്നത്. ആ ലൈൻ എങ്ങനെ വരക്കുന്നത്, ഇത് കണക്കിനെ ഡിഫറൻറ്റ്. ഈ ഒരു റീജിയനിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 0 വെലോസിറ്റി പോയിന്റ് കിട്ടും. ഇവിടെ ബാക്ക് ഫ്ലോ, ഇവിടെ ഫോർവേഡ് ഫ്ലോ ആണ്. ഇൻ ബിറ്റ്വീൻ എന്താണ്, ഒരു 0 വെലോസിറ്റി പോയിന്റ് വരുന്നുണ്ട്. അങ്ങനെ ആ 0 വെലോസിറ്റി പോയിന്റിലൂടെയൊക്കെ വരക്കുന്ന ആ ഒരു ലൈൻ, അതാണ് സെപ്പറേറ്റിംഗ് സ്ട്രീം എന്ന് പറയുന്നത്. ആ സെപ്പറേറ്റിംഗ് സ്ട്രീമിൻ്റെ ബിലോ ആയിട്ട് എന്താണ്, ബാക്ക് ഫ്ലോ ആണ് ഉണ്ടാവുക. എബോവ് എന്താണ്, നോർമൽ ഫ്ലോ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആക്ച്വലി ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ബാക്ക് ഫ്ലോ അതൊരു ഫേവറബിൾ അല്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു മെയിൻ എനർജി, മെയിൻ സ്ട്രീം. ഓക്കെ, ഇങ്ങനെയാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ സംഭവിക്കുന്നത്. ബൗണ്ടറി ലെയർ സെപ്പറേഷൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റ്, പിന്നെ സർഫസ് ഫ്രിക്ഷൻ കൊണ്ട്. ഈ രണ്ട് കാരണം കൊണ്ട് എന്താണ്, ഫ്ലൂയിഡിൻ്റെ മൊമെൻറ്റം റെഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും, റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അവിടെ നിന്നാണ് ആ ഒരു പോയിൻ്റ് തൊട്ടിട്ടാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ സംഭവിക്കുന്നത്. പിന്നെന്താ, പിന്നെ സെപ്പറേറ്റിംഗ് സ്ട്രീമിൻ്റെ താഴെ എന്താണ് വരുന്നത്, ബാക്ക് ഫ്ലോ ആണ്. ഇതേപോലെ ബാക്ക് ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ഫേവറബിൾ കണ്ടീഷൻ അല്ല നമുക്ക് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ലാർജ് എഡ്ഡീസാണ് ഫോം ചെയ്യുന്നത്. ഇതൊരിക്കലും ആ മെയിൻ സ്ട്രീമിൻ്റെ എനർജിനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫേവറബിളായിട്ടുള്ള കാര്യമല്ല. The position of point of separation depends upon roughness of surface, Reynolds number, geometry of curved surface and nature of boundary layer. അവർ പോയിൻ്റ് ഓഫ് സെപ്പറേഷൻ പോയിൻ്റ് എന്ന് വെച്ചാൽ എല്ലാ കേസിലും ഒരേ ഇത് വരണമെന്നില്ല. അത് ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ടർബുലൻറ്റ് ബൗണ്ടറി ലെയർ റെസിസ്റ്റ് സെപ്പറേഷൻ ബെറ്റർ ദാൻ ലാമിനാർ ബൗണ്ടറി ലെയർ. This is because turbulent boundary layer possesses more energy than laminar boundary layer and are capable of moving against great pressure gradient without separation. അതായത് ലാമിനാർ ബൗണ്ടറി ലെയറും ടർബുലൻറ്റ് ബൗണ്ടറി ലെയറും കമ്പയർ ചെയ്യുന്ന സമയത്ത് സെപ്പറേഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പറ്റുക ടർബുലൻറ്റ് ബൗണ്ടറി ലെയറിലാണ്. ബിക്കോസ് അതിനെന്താണ്, കൂടുതൽ എനർജി ഉണ്ട്, കൂടുതൽ മൊമെൻറ്റം, ബിക്കോസ് ഓഫ് ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ലാറ്ററൽ മിക്സിംഗ് ഉണ്ട്. ടർബുലൻ്റ് എന്ന് വെച്ചാൽ ഹൈലി മിക്സ്ഡ് ഫ്ലോ ആണ്. ആ ഒരു കേസിൽ എന്ന് വെച്ചാൽ ലാറ്ററൽ മിക്സിങ്ങിലുകൊണ്ട് ഹൈ മൊമെൻറ്റം ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ എനർജി. ലാമിനാറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടർബുലൻറ്റ് ബൗണ്ടറി ലെയർ കൂടുതൽ മൊമെൻറ്റം പൊസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, സെപ്പറേഷൻ
കൂടുതൽ മൊമെൻറ്റം ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ എന്താണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഷിഫ്റ്റ് ചെയ്യും, എൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ടർബുലൻറ്റ് ബൗണ്ടറി ലെയറിന് ലാമിനാർ ബൗണ്ടറി ലെയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കൂടുതലാണ്. അടുത്ത ലൊക്കേഷൻ ഓഫ് സെപ്പറേഷൻ പോയിൻ്റ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ് ആ വെലോസിറ്റി പ്രൊഫൈലിൽ തന്നെ ഈ ഒരു സെപ്പറേഷൻ പോയിൻറ്റിലെ കണ്ടീഷൻ എന്ന് വെച്ചാൽ du/dy അറ്റ് y = 0 y വാൾ കണ്ടീഷനിൽ ആ വെലോസിറ്റി പ്രൊഫൈലിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ ചെറിയൊരു റൈസ്, ഈ ഒരു ഡയറക്ഷനിൽ റൈസ്, പിന്നെയാണ് വേരിയേഷൻ വരുന്നത്. മീൻസ് അറ്റ് y = 0 ഈ ഒരു കണ്ടീഷനിൽ du/dy = 0 ആണ്. ഓക്കെ, ചെറിയ സ്മോൾ ഇൻക്രീസ് ഇൻ y ഉണ്ടാകുന്ന സമയത്ത് du 0 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അവിടെ നിന്ന് തൊട്ടിട്ടാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫോർ എ ഗിവൺ വെലോസിറ്റി പ്രൊഫൈൽ ഇറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് വെദർ ബൗണ്ടറി ലെയർ ഈസ് സെപ്പറേറ്റഡ് ഓർ ഓൺ ദ വെർജ് ഓഫ് സെപ്പറേഷൻ ഓർ വിൽ നോട്ട് സെപ്പറേറ്റ് യൂസിങ് ദി ഫോളോയിങ് കണ്ടീഷൻ. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ബൗണ്ടറി ലെയർ സെപ്പറേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഓൺ ദ വെർജ് ഓഫ് സെപ്പറേഷൻ ആണോ, അല്ലെങ്കിൽ വിൽ നോട്ട് സെപ്പറേറ്റ് ആണോ, അതങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ? ഈ ഒരു ക്രൈറ്റീരിയ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയാൽ മതി. ഓക്കെ, du/dy അറ്റ് y = 0 അത് നെഗറ്റീവ് ആണെങ്കിൽ ഫ്ലോ സെപ്പറേറ്റഡ്, (= 0) ആണെങ്കിൽ ഈസ് ഓൺ ദ വെർജ് ഓഫ് സെപ്പറേഷൻ. അടുത്തത് ഈ ഒരു ടേം പോസിറ്റീവ് ആണെങ്കിൽ ഫ്ലോ വിൽ നോട്ട് സെപ്പറേറ്റ്. അടുത്തത് മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. When the boundary layer separates from the solid surface, a certain portion adjacent to the surface has backflow or reverse flow, and eddies are continuously formed in this region, and hence continuous loss of energy takes place. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ആ സെപ്പറേറ്റിംഗ് സ്ട്രീമിൻ്റെ ബിലോ ഇവിടെ എന്താണ് എഡീസ് ആണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ബാക്ക് ഫ്ലോ ആണുള്ളത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഫേവറബിൾ അല്ല, ലാർജ് എമൗണ്ട് ഓഫ് ലോസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. Thus, separation of boundary layer is undesirable and attempt should be made to avoid separation by various methods. ബൗണ്ടറി ലെയർ ഫോർമേഷൻ എന്തായാലും സംഭവിക്കും, പക്ഷേ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ കൊണ്ട് എന്താണ് മെയിൻ സ്ട്രീമിൻ്റെ എനർജി ലോസാണ് അവിടെ സംഭവിക്കുന്നത്. അത് കൂടാതെ ഡ്രാഗും കൂടും. ഓക്കെ, ബൗണ്ടറി ലെയർ സെപ്പറേഷൻ കൊണ്ട് ടോട്ടൽ പ്രഷർ ഡ്രാഗും കൂടും. അതുകൊണ്ട് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മെത്തേഡ്സ് ഫോളോയിങ് ആർ ദ മെത്തേഡ്സ് ഫോർ പ്രിവെൻറ്റിംഗ് സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ. ഫസ്റ്റ് വൺ, suction of slow moving fluid by a suction slot, then supplying additional energy from a blower, providing a bypass in the slotted wing, providing rotating cylinder near leading edge, providing small divergence in a diffuser, providing guide blades in a bend, then providing a trip wire in a laminar region of flow over a sphere. ഇതൊക്കെയാണ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഒഴിവാക്കാനുള്ള മെത്തേഡ്സ്. ഇതിലൊരു 4 മെത്തേഡ്സ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ, സക്ഷൻ ഓഫ് സ്ലോ മൂവിങ് ഫ്ലൂയിഡ് ബൈ എ സക്ഷൻ സ്ലോട്ട്. Suction whereby fluid whose momentum has been completely depleted by the adverse pressure gradient is drained or sucked away. This method is successfully used in the design of aircraft wings. ഇവിടെ ആ മൊമെൻറ്റം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് പോയ ഫ്ലൂയിഡ് മൊമെൻറ്റം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് ആണ് അവിടെ നിന്ന് തൊട്ടിട്ടാണ് ബൗണ്ടറി ലെയർ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. ആ ഫ്ലൂയിഡിന് എന്ത് ചെയ്യും, സക്ക് ചെയ്തെടുക്കും. സ്ലോട്ട്, ഓക്കെ, ഇതാണ് ആ സോളിഡ് ബൗണ്ടറി എങ്കിൽ അതിൽ ആ സ്ലോട്ടിലോട്ട് സക്ക് ചെയ്തെടുക്കും. ഓക്കെ, അതിൽ സ്ലോ മൂവിങ് ഫ്ലൂയിഡ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മൊമെൻറ്റം ഡിസ്ട്രോയ് ചെയ്ത് പോയ ഫ്ലൂയിഡിന് എന്ത് ചെയ്യും, സക്ക് ചെയ്തെടുക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക, ആ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനെന്താ ഒരു സക്ഷൻ സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. അടുത്തത്, സപ്ലൈയിങ് അഡീഷണൽ എനർജി ഫ്രം എ ബ്ലോവർ. This method of controlling separation consists of supplying additional energy to particles of fluid which are being retarded in the boundary layer. This may be achieved by blowing high velocity fluid particle at the boundary from the interior of body with the help of some suitable device. ഇവിടെ കൊടുക്കുന്നത് അഡീഷണൽ എനർജി സപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇതാണ് സോളിഡ് ബോഡി. ആ സ്ലോ മൂവിങ് ഫ്ലൂയിഡ്
മീൻസ് ആ റിട്ടാർഡ് മൊമെൻറ്റം ഡിക്രീസ് ചെയ്ത ഫ്ലൂയിഡിന് അഡീഷണൽ എനർജി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്ത് ചെയ്യും, ഡിലേ ആവും. ഓക്കെ, ഇപ്പം ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട ഇവിടെ മേ ബി അഡീഷണൽ എനർജി സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ മേ ബി ഇവിടെ നിന്നായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ അഡീഷണൽ എനർജി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അതിൻ്റെ മൊമെൻറ്റം ഹൈ വെലോസിറ്റി ഫ്ലൂയിഡ് എങ്ങനെ കൊടുക്കുന്നത്, ബ്ലോയിങ് ഹൈ വെലോസിറ്റി ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് ബൗണ്ടറി ഫ്രം ദി ഇൻറ്റീരിയർ ഓഫ് ദി ബോഡി. ഹൈ വെലോസിറ്റി ഫ്ലൂയിഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായി, അതിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്തു. മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പിന്നെന്താണ്, അതിൻ്റെ ആ റെസിസ്റ്റൻസിന് അഡ്വേഴ്സ് പ്രഷർ ഗ്രേഡിയൻറ്റ് പ്ലസ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസിന് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്ത് എന്താണ്, ബൗണ്ടറി ലെയർ സെപ്പറേഷൻ നമുക്ക് ഡിലേ ആക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിലേ ആയിട്ട് മേ ബി ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ ഹൈ എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി തന്നെ പറ്റും ബൗണ്ടറി ലെയർ സെപ്പറേഷൻ. തേർഡ് വൺ, പ്രൊവൈഡിങ് എ ബൈപ്പാസ് ഇൻ ദി സ്ലോട്ടഡ് ബീം. In this method, additional energy is supplied to fluid particles which are moving over the surface of solid body. ഇവിടെയും കൊടുക്കുന്നത് അഡീഷണൽ എനർജി തന്നെയാണ് വേറൊരു മെത്തേഡിൽ. This additional supplied energy accelerates the fluid particle and hence prevent separation of boundary layer. അങ്ങനെയാണ്. This can be achieved by diverting a portion of fluid of the mainstream from the region of high pressure to the retarded region of boundary layer through a slot provided in the body. ഇതാണ് സോളിഡ് ബോഡി. അതിലെന്തായിട്ടുണ്ടാവും, സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സ്ലോട്ട് വഴി എന്ത് ചെയ്യും, ഇവിടെ ഇല്ല ഹൈ എനർജി ഫ്ലൂയിഡ് ആ ലോ എനർജി റീജിയൻ, ആ റിട്ടാർഡഡ് റീജിയനിലോട്ട് ആ ഹൈ എനർജി ഫ്ലൂയിഡിനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായി, ഇവിടെ അഡീഷണൽ ആയിട്ട് എനർജി കിട്ടിയത്. മീൻസ് അഡീഷണൽ ഫ്ലൂയിഡ് വിൽ ഗെറ്റ് അഡീഷണൽ മൊമെൻറ്റം. ആ മൊമെൻറ്റം കിട്ടുന്ന സമയത്ത് എന്താണ്, ആ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ നമുക്ക് ഒന്നിക്കൽ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ എൻഡിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അതാണ് അടുത്ത മെത്തേഡ്. ഇവിടെ അഡീഷണൽ എനർജി തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്, ഓരോരോ ഡിഫറെൻറ്റ് രീതിയിൽ. അടുത്തത്, പ്രൊവൈഡിങ് റൊട്ടേറ്റിംഗ് സിലിണ്ടർ നിയർ ലീഡിങ് എഡ്ജ്. The boundary layer forms due to difference between velocity of flowing fluid and that of solid boundary. According to this, to eliminate the formation of boundary layer, a solid body is rotated in the flowing fluid. ശരിക്കും ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് സ്റ്റേഷനറി, മറ്റേത് മൂവിങ്. മീൻസ് അവിടെ റിലേറ്റീവ് വെലോസിറ്റി ഇല്ലാത്തതാണ് ബൗണ്ടറി ലെയർ ഫോം ചെയ്യാനുള്ള കാരണം. ആ ഒരു ബേസിസ് വെച്ചിട്ടാണ് ഈ മെത്തേഡ് പറയുന്നത്. മീൻസ് അവിടെ ആ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് ബൗണ്ടറി ലെയർ ഫോർമേഷൻ ഡിലേ ചെയ്യാൻ വേണ്ടി പറ്റും, അതേപോലെ സെപ്പറേഷനും ഡിലേ ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് മെത്തേഡ് ഈസ് അച്ചീവ്ഡ് ബൈ പ്രൊവൈഡിങ് എ റൊട്ടേറ്റിംഗ് സിലിണ്ടർ നിയർ ദ ലീഡിങ് എഡ്ജ്. ഇതാണ് റൊട്ടേറ്റിംഗ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം സിലിണ്ടറിൻ്റെ ആ സർക്കുലർ ക്രോസ് സെക്ഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൊട്ടേറ്റിംഗ് സിലിണ്ടർ നിയർ ദ ലീഡിങ് എഡ്ജ് സോ ദാറ്റ് upper side of the cylinder where the fluid as well as cylinder moves in the same direction, the boundary layer formation is delayed and hence separation is completely eliminated. ഈ ഒരു റീജിയൻ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ സിലിണ്ടർ ഈ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പർ സൈഡിൽ എന്താണ്, അന്നേരം അവിടെ ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബൗണ്ടറി ലെയർ ഫോർമേഷൻ തന്നെ പിന്നെ ഡിലേ ആവും. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോർമേഷൻ തന്നെ ഡിലേ ആവും. ദെൻ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. However, on the lower side of the cylinder where the fluid motion is opposite to that of cylinder, the separation would occur. ഈ ഒരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലൂയിഡ് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, സിലിണ്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ലോവർ സൈഡിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതുള്ളത്. ആ ഒരു കേസിൽ ലോവറിൽ എന്താണ്, ബൗണ്ടറി ലെയർ സെപ്പറേഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, അപ്പർ സൈഡിലാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.